ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത, അഭിവന്യ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛന്മാർ, സഭാ സെക്രട്ടറി അച്ഛൻ, വൈദിക ശ്രേഷ്ഠർ, ഇന്ന് ഷെമാശൻ പട്ടംകൊട സ്വീകരിക്കുന്ന പ്രിയ ലിജിൻ പി രാജു, എംനു മാത്യൂസ്, ഗാലിപ്പോത്ത് ഷിമിയോൻ, ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, ദൈവജനമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ധന്യമായിട്ടുള്ളതായ ശുശ്രൂഷ മധ്യേ ദൈവവചനം പങ്കിടുവാൻ അനുവാദവും അവസരവും നൽകിയ അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു. ഈ മൂന്ന് പേരെയും സഭയുടെ അനുഗ്രഹീതമായിട്ടുള്ളതായ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയ ഇവരുടെ മാതാപിതാക്കൾ, സഭ, ഇടവക, ഇവരുടെ ഗുരുക്കന്മാർ, സ്നേഹിതർ, എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ സേവനത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ഷെമാസ്ഥാനം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ സമാരംഭിച്ചതായ ദൈവരാജ്യ ശുശ്രൂഷയുടെ തുടർച്ചക്കാരാകുവാനുള്ളതായ നിയോഗമാണ് ഈ വിളി എന്ന് നമുക്ക് അറിയാം. അതിനായി നിങ്ങൾക്കാവശ്യമായി ദൈവശാസ്ത്രപരമായിട്ടുള്ളതായ പരിശീലനവും പ്രായോഗികമായിട്ടുള്ളതായ അറിവുകളും ലഭിച്ചു. പുതിയ നിയോഗ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ അൾത്താരയുടെ മുൻപിൽ നിങ്ങളിന്ന് സമർപ്പിതർ ആകുകയാണ്. ദൈവം നിങ്ങളുടെ സമർപ്പണത്തെ മാനിക്കുകയും പുതിയ നിയോഗ വഴികളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തീകരണം നിങ്ങൾക്ക് ലഭ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ മധ്യയുള്ളതായ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാകുന്നു ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം അവൻ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനിധിയായ ദൈവമേ, ഈ വിശുദ്ധമായുള്ളതായ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഷെമാശന്മാരായി അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശീർവദിക്കുന്നുവല്ലോ. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതായ തിരുമേനിമാർക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കണം ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മിശിഹാ തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് തൻ്റെ നിയോഗത്തിലേക്ക് 12 പേരെ വിളിച്ച് അടുപ്പിച്ച് തൻ്റെ സ്വപ്നങ്ങളെ അവരിൽ ഫലമേൽപ്പിച്ച് തൻ്റെ നിയോഗത്തിനായി അയക്കുന്നതായ വേദഭാഗമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നു. കർത്താവിൻ്റെ മിഴികളെ നോക്കി അവൻ്റെ മൊഴികൾ കേട്ട് അവൻ്റെ വഴികളിലേക്ക് യാത്ര ചെയ്യുവാൻ അവൻ അവരെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നൽകുന്നത് ഇവിടെ തൻ്റെ വലിയ സ്വപ്നത്തിന് അനുസരിച്ചുള്ളതായ നിയോഗമാണ് അവർക്ക് നൽകുന്നത്. താൻ പറഞ്ഞതുപോലെ പറയുവാൻ, താൻ നടന്നതുപോലെ നടക്കുവാൻ, താൻ ചെയ്തതുപോലെ ചെയ്യുവാൻ കർത്താവ് അവരെ നിയോഗിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരം അവർക്ക് ആവശ്യമാകുന്നതായ പരിശീലനങ്ങൾ നൽകുന്നു. അവൻ അതിനുശേഷം അവരെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുകയാണ്.
നിയോഗത്തിലെ ഏറ്റവും വലിയ പരമപ്രധാനമായിട്ടുള്ളതായ കാര്യം കർത്താവിൻ്റെതാണ് ഈ ശുശ്രൂഷയെന്നും കർത്താവാണ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ വിളിക്കുന്നതും എന്നുള്ളതാണ്. കോളിംഗ് ഒറിജിനേറ്റ്സ് ഇൻ ഗോഡ്, നോട്ട് ഇൻ ഹ്യൂമൻ ഡിസയർ. നമ്മുടെ താല്പര്യങ്ങളിലല്ല ദൈവവിളി ഇരിക്കുന്നതും. തീർച്ചയായും അത് ദൈവം തന്നെയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇത് കർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, പിന്നീട് അവനെ നിയോഗിച്ചു എന്ന് ആ വേദഭാഗത്തിലൂടെ ദൈവം അവനോട് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് പറയുക. ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തത് എന്ന ബോധ്യത നമ്മുടെ ഈ ശുശ്രൂഷയിൽ ആദ്യന്തം നിലനിർത്തേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില അടയാളപ്പെടുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധ്യമായി തീരും. 3 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അതിലൊന്നാമതായി, നിങ്ങളുടെ മുടികൾ കത്തിരിക്കുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഇതൊരു ആത്മബന്ധത്തിൻ്റെ വിളിയും നിയോഗവുമാണ് എന്നുള്ളതാണ്. ദൈവത്തോടുള്ളതായ ആഴമുള്ളതായ ഒരു ഇൻറ്റിമസിയിലേക്ക് പ്രവേശിക്കുന്നതായ അനുഭവമാണ്. നമുക്കറിയാം, റോമാൻ സാമ്രാജ്യത്തിൽ അടിമകൾക്ക് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഇനിയും നിങ്ങളിവിടെ അടിമകളാണ് എന്ന് പറയുക. ഷെമാഷ് എന്ന് പറയുന്നതായ പദത്തിൻ്റെ അർത്ഥം സെർവൻ്റ് എന്നുള്ളതാണ്. ദൈവത്തോടുള്ളതായ ആഴമായ ബന്ധത്തിൽ ദൈവം നമ്മോട് പറയുന്നു, നീ ഇനിയും എൻ്റെ സ്വന്തമാണ്. നമ്മൾ തിരിച്ച് അവനോടുള്ളതായ പ്രതികരണം, ഞാനിനി നിൻ്റെ വകയാകുന്നു എന്ന് പറയുന്നതായ അനുഭവമാണ്. അതുകൊണ്ട് ഈ ആഴമുള്ളതായ അനുഭവം കർത്താവിനെ ആഴത്തിൽ അറിയുന്നതിലൂടെയാണ്. യോഹന്നാൻ പറയുന്നു, അവനെ അറിയുകയും അവനിൽ ജീവിക്കുകയും ചെയ്യണം എന്ന്. രണ്ടാമതായി, ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വെള്ള വസ്ത്രം ധരിക്കുവാനായിട്ട് നൽകുകയാണ്. ഇത് നിങ്ങളൊരു വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങളോട് പറയുകയും ഇത് നിങ്ങളുടെ വിശുദ്ധിയുടെ അടയാളമായി തീരണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവമാണ്. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഷെമ്മാശന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് വിശുദ്ധിയിലേക്ക് വേർതിരിക്കപ്പെടുന്നതായ ഒരു അനുഭവം കൂടിയാണ്. ഈ ഉടയാടകൾ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ആന്തരിക വിശുദ്ധിയുടെ അനുഭവമായി അത് പരിണമിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്ന ഈ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഴമുള്ളതായ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ആഴപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുന്നതിന് ദൈവം നമ്മെ ഒരുക്കും എന്നുള്ളതാണ്. മൂന്നാമത്, നിങ്ങളുടെ വിളിയെയും നിയോഗത്തെയും ഓർമ്മിപ്പിക്കുന്നതായ ഒന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായ അരക്കെട്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ദാസനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായ വലിയ നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അവൻ അരയിൽ തോർത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനാണ് എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കറിയാം. ആരെങ്കിലുമൊക്കെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് വരണമെങ്കിൽ അടിസ്ഥാനപരമായി അവനൊരു ശുശ്രൂഷകനാകണം എന്നുള്ളതായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം ഈ സമയത്ത് നിങ്ങൾക്കൊരു അധികാരത്തിൻ്റെ ഏതെങ്കിലും ഒരു സിംബൽസ് അല്ല നൽകുന്നത്, ഏതെങ്കിലും ഒരു കിരീടമല്ല നിങ്ങളുടെ തലയിലേക്ക് വയ്ക്കുന്നത്. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒരു ടവലാണ് നൽകുന്നത്. അത് നിങ്ങളുടെ ശുശ്രൂഷയിലെ
സെർവൻഹുഡിൻ്റെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സീസറിൻ്റെ ഒരു ആത്മഗതം പോലെയുള്ളതായ വാക്കുകൾ വായിക്കുവാൻ ഇടയായിത്തീരും. അല്ലയോ ഗലീലക്കാര, നീയാണ് വിജയാളി. ഞങ്ങൾ വെട്ടിപ്പിടിച്ചും കീഴടക്കിയും സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുവാൻ ശ്രമിച്ചു, എന്നാൽ അവയെല്ലാം തകർന്ന് അടിഞ്ഞുപോയി. എന്നാൽ നീ കാട്ടിയ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാമ്രാജ്യം ഇന്നും മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്നു. സേവനത്തിൻ്റെ മാതൃകയാണ് മനുഷ്യരെ വീണ്ടെടുക്കുവാനുള്ളതായ മാതൃക എന്ന് നാം മറന്നു പോകരുത്. രണ്ടാമത്, ദൈവത്തിൻ്റെ പർപ്പസ്, കർത്താവിൻ്റെ മനസ്സ് എന്തെന്ന് ഈ ശുശ്രൂഷയിലൂടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. സെമിനാരി വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയതായ സമയത്ത് അവരെ സന്ദർശിച്ച ജോൺ പോൾ 23-ാം മാർപ്പാപ്പ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അവരിൽ ഒരാൾ പറഞ്ഞു, ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്നാൽ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം എന്ന് പറയുക. നിന്നെ അയക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ അറിയേണ്ടുന്നതായ വിധം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ളതായ ഉദ്ദേശത്തെ കണ്ടെത്തുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇടയായിത്തീരണം എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ 5 മുതലുള്ളതായ വാക്യങ്ങളിൽ അവരെ ലോകത്തിലേക്ക് നിയോഗിച്ച് അയക്കുകയാണ്. ഈ 12 പേരോടും പറയുന്നു, നിങ്ങൾ ഇസ്രയേൽ ജനതയുടെ ഇടയിൽ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് പോകുക എന്ന് പറയുക. ഇസ്രയേൽ ജനതകളുടെ ഇടയിൽ ജീവിച്ചതായ മനുഷ്യരാണ് ഇവർ. ഇതുവരെ കാണാതെ പോയതായ ചില ആളുകൾ ഉണ്ട് എന്ന് കർത്താവ് ഇവരോട് പറയുക. ബോബി ജോസച്ചൻ പറഞ്ഞതായ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു ആടിനെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഈ ആടിനെ തേടി ഒരു കുന്നിൻ്റെ മുകളിലേക്ക്, ഏറ്റവും ഉയരമുള്ളതായ സ്ഥലത്ത് നിന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം നോക്കി, പക്ഷേ കണ്ടില്ല. അദ്ദേഹം അതുകൊണ്ട് ഉയരമുള്ളതായ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ചുറ്റുപാടുകളെ വീക്ഷിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 കമിതാക്കൾ, പ്രണയിക്കുന്നതായ 2 ആളുകൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് സംസാരിക്കുക. അവരിങ്ങനെ സ്നേഹസല്ലാപം നടത്തുമ്പോൾ അതിലാ മനുഷ്യൻ പറഞ്ഞു, നിന്റെ കണ്ണുകളിൽ കൂടെ ഞാൻ ഈ ലോകത്തെ മുഴുവൻ കാണുന്നു എന്ന് പറയുക. അപ്പോൾ മുകളിലിരുന്നതായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആട് എവിടെയുണ്ട് എന്നുള്ളത് ഒന്ന് എന്നെ അറിയിക്കണേ. ഈ കഥയിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ കൂടെ ലോകത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ദൈവം ഉദ്ദേശിച്ചതായ ഉദ്ദേശത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ കാണാതെ പോകുന്നതായ ചില മനുഷ്യരുണ്ട്. ഇതുവരെ ഒരുപക്ഷെ നിങ്ങളുടെ സാധാരണമായ കാഴ്ചയിൽ നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ പോകുന്നതായ കാര്യങ്ങളെ ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ സുഖമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. പ്രിയമുള്ളവരെ, ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ളതായ മനുഷ്യ ജീവിതത്തിൻ്റെ പരിവർത്തനമാണ് നിങ്ങളുടെ നിയോഗം എന്ന് കർത്താവ് പറയുകയാണ്. ദൈവരാജ്യത്തിൻ്റെ നിറവിലേക്ക് ഓരോ വ്യക്തിയെയും നയിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുചേരണം. ഇന്ന് ഇനിയും ജീവിക്കേണ്ട എന്ന് പറയുന്നതായ മനുഷ്യരുണ്ട്. അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിൽ തകർന്നു പോയതായ ജീവിതങ്ങളുണ്ട്. ജീവൻ്റെ സജീവത നഷ്ടപ്പെട്ടതായ അനുഭവങ്ങൾ, സ്നേഹത്തിൻ്റെ ലിപികൾ തിരിഞ്ഞുപോയതായ ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ആനന്ദ് തൻ്റെ നോവലിൽ പറയുകയാണ്. സ്നേഹം തിരിഞ്ഞു പോയാൽ ഹിംസയായിത്തീരും. ഇന്ന് പശ്ചിമേഷ്യയിലൊക്കെ നടക്കുന്നതായ കൂട്ടക്കുരുതിയിലൊക്കെ എത്രയോ മനുഷ്യജീവിതങ്ങൾ പിടഞ്ഞു വീഴുകയാണ്.
അവരുടെ നൊമ്പരങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഒരു വേദനയായി തീരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. സ്റ്റാൻലി ജോൺസ് പറയുകയാണ്, ലീവ് എന്നുള്ളത് തിരിഞ്ഞു പോയാൽ ഈവിളായിത്തീരും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വല്ലാതെ ഉലഞ്ഞു പോകുന്നതായ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, കനൽ വഴികളിൽ കൂടെ നടക്കുന്നവർക്ക് ജീവന്റെ സാന്ത്വനം പകരുവാൻ, അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും കരാളഹസ്തങ്ങളിൽ നിബദിക്കുന്നവർക്ക് അവരെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ, രാസലഹരികൾക്കും തിന്മയുടെ അനുഭവങ്ങൾക്കും വീണ് നോ മോർ ലൈഫ് എന്ന് പറയുന്നവരോട് ഇനിയും ലൈഫുണ്ട് എന്ന്, മോർ ലൈഫ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരണം. എൻ്റെ സെമിനാരി പഠന സമയത്ത് 21 ദിവസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായി ഒട്ടൻചത്രം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ AK തരിയനോടും അതുപോലെ തന്നെ അവിടെയുള്ളതായ TT ജോസഫച്ചനോടും സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നത് ഞാൻ ഓർക്കുക. TT ജോസഫച്ചൻ അന്ന് ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നതായ ഒരു സമയമാണ്. 6 മാസം തികയാത്തതായ സമയത്ത് അന്നും ആ പ്രിയപ്പെട്ട അച്ഛൻ നടക്കുവാനായിട്ട് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യരുടെ വേദനകളിൽ അവരിൽ പങ്കുചേരുവാൻ എൻ്റെ ഒപ്പം നടന്നു വന്ന ഹോസ്പിറ്റൽ പലയിടങ്ങളിൽ അവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയത് ഞാൻ നന്ദിയോടെ ഓർക്കുക. പിന്നീട് അച്ഛനെ പറ്റി മനസ്സിലാക്കിയതായ സമയത്ത് അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം വളരെ ഹൃദയസ്പർശിയായി തോന്നി. അച്ഛൻ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തൻ്റെ മകൻ മരിച്ചു പോയതായ ഒരു അനുഭവം ഉണ്ടായി. അന്ന് ഹോസ്പിറ്റലിൽ മകൻ്റെ മരണം വേദനയോടെ നെഞ്ചിലേറ്റി നിൽക്കുമ്പോഴാണ് ആ ഇടവകയിലുള്ളതായ മറ്റൊരാളുടെ മകൻ മരിച്ചുപോയി എന്ന വാർത്ത അറിയുന്നത്. ആ വേദനയുടെ നിമിഷങ്ങളിലും അച്ഛൻ ഓടി അവരുടെ അടുക്കലേക്ക് പോയി അവരെ സാന്ത്വനപ്പെടുത്തുന്നതിനിടയായി തീർന്നു എന്ന് ഞാൻ മറ്റൊരു പട്ടക്കാരനിലൂടെ മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ളതായ അനേക പട്ടക്കാരുടെ പിന്നണിയിൽ നടക്കുവാനുള്ളതായ ദൈവവിളിയാണ് ഇന്ന് നിങ്ങളുടെ ജീവിത നിയോഗം എന്ന് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി, നിയോഗ വഴികളിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ എങ്ങനെയാകണമെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ രീതിയിലായിരിക്കുകയില്ല നിങ്ങളുടെ നിയോഗ വഴികൾ എന്ന് പറയുക. നിങ്ങളൊന്നും കരുതേണ്ടതായ ആവശ്യമില്ല, കരുതുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതായ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ വിളിയിലും തിരഞ്ഞെടുപ്പിലും ദൈവം നൽകുന്നതായ ഒരു ആധികാരികതയുണ്ട്, അതോറിറ്റിയുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതായ ഉറപ്പും ഈ നിയോഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സ്വാതന്ത്ര്യബോധവും ആകുന്നു എന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, ചെരുപ്പും പൊക്കണവും വടിയുമൊന്നുമല്ല, എൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ മനോഹാരിത. രണ്ടാമത് കർത്താവ് പറയുന്നതായ കാര്യം, നിങ്ങൾക്കൊരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം എന്ന് പറയുക. നിങ്ങൾ ചെല്ലുന്നതായ ഭവനങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സ്വീകരിച്ചിരിക്കാം, ചെല്ലുന്ന ദേശങ്ങൾ നിങ്ങളെ സ്വീകരിച്ചിരിക്കാം, വ്യക്തികൾ ഒരുപക്ഷെ സ്വീകരിച്ചിരിക്കാം. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല ആളുകളുടെ പ്രതികരണം. സ്വീകരിക്കുന്നതായ ഇടങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് സ്നേഹനിർഭരമായിട്ടുള്ളതായ ഒരു നന്ദിയുടെ അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. അതുകൊണ്ടാണ് നിങ്ങൾ ആ വീട്ടിൽ തന്നെ വീണ്ടും പാർക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷത്തിൻ്റെ നിറവ് നിങ്ങളിലേക്ക് നിറയും. രണ്ടാമത്, അത്തരത്തിലല്ലാത്തതായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കാലിലെ പൊടി നിങ്ങൾ തട്ടിക്കളയുവിൻ എന്ന് പറയുക. അവിടെ തന്നെ കുടഞ്ഞേച്ചു പോകുവിൻ എന്ന് പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപക്ഷെ പരുഷമായിട്ടുള്ളതായ സാഹചര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്നതായ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നതായ വിധത്തിലല്ലാതെയുള്ളതായ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ, നിങ്ങൾ അവിടം വിടുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരണം എന്നുള്ളതാണ്. ഇത് ഇടയവഴിയിലെ ഒരു വലിയ ആവശ്യകതയാണ്.
നമ്മളൊക്കെ നമ്മുടെ സഞ്ചാരപഥങ്ങളിൽ നമ്മുടെ ടെൻഷൻ, നമ്മുടെ ആകുലതകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളെയൊക്കെ അവിടെ തന്നെ കുടഞ്ഞു കളയുവാനായിട്ട് സാധിക്കുക എന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ക്രിസ്തുവിൽ ദൃഢമാക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ്. മാത്രമല്ല, കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് വലുതാണ്, നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾനെസ് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരിടത്ത് കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാർ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇന്നതെല്ലാം ചെയ്യുവാൻ സാധിച്ചു, ഭൂതങ്ങളെ പുറത്താക്കുവാൻ സാധിച്ചു, രോഗികളെ സൗഖ്യമാക്കുവാൻ സാധിച്ചു. കർത്താവിനറിയാം അതെല്ലാം സാധ്യമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡൂയിങ്സ് അല്ല, നിങ്ങളുടെ ജീവിതം എങ്ങനെ ദൈവത്തോട് ചേർന്ന് വിശ്വസ്തമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് ഇന്ന് പറയുന്നതും ഇതുതന്നെയാണ്. എത്രമാത്രം ദൈവത്തോട് ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ഫെയ്ത്ത്ഫുൾ ആകുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ പറയും, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ എങ്ങനെ അളക്കുവാൻ സാധിക്കും? ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം റിസ്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആഴം നിർണ്ണയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും പറ്റിയുള്ളതായ ഉറപ്പ്, കൺവിക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളെ വിളിച്ചത് എന്തിനാണ് എന്നുള്ളതായ കാര്യം മറന്നു പോകാതെ നിങ്ങളുടെ ചുവടുകൾ വെക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തമാക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നതായ വിശ്വസ്തത അന്ത്യത്തോളം പുലർത്തുവാനായിട്ട് നിങ്ങൾക്കും ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഏവർക്കും, കൂടി വന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. മരണപര്യന്തം വിശ്വസ്തരായിരുന്ന നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ.